ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. കിച്ചണിലൂടെ വിൻഡോ ഉള്ളതുകൊണ്ട് പുറത്ത് പോണ വണ്ടികളുടെ എല്ലാം ഒച്ച ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വോയിസ് ഓവറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇക്കുവിന് വേണ്ടി ഒരു സ്പെഷ്യൽ എന്താ പറയുക വാലന്റൈൻസ് ഡേ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കപ്പയും പുളിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്കു ഇന്നലെയും ഒരു ട്രാക്ടർ പോയതാണ് ഗൈസ്. അത് ഇക്കു ഇന്നലെയും ഞാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കപ്പയും ചമ്മന്തിയും കഴിക്കാൻ കൊതിയാവുള്ളൂന്ന്. ഞാനാണെങ്കിൽ ഇന്നേ വരെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് പൊതുവെ ഇതിനോടൊന്നും വലിയ താല്പര്യവും ഇല്ല. അതാണ് സംഭവം. അപ്പൊ ഞാൻ ഓർത്തു വന്നാ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ ഇത് തന്നെ ഉണ്ടാക്കി കളയാം എന്നോർത്തു. ഉണ്ടാക്കി കളയാം എന്നല്ല, ഉണ്ടാക്കാം എന്നോർത്തു. അപ്പോൾ രാവിലെ തന്നെ സാധനങ്ങൾ ഞാൻ മേടിച്ചു. എനിക്ക് വരാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. ഇപ്പൊ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, പുളി, വെളുത്തുള്ളി ഇടുവോ എന്ന് ഉമ്മാനൊന്ന് വിളിച്ച് ചോദിക്കണം. പിന്നെ സ്റ്റവ് പൊട്ടിയനെ. പിന്നെ പച്ചമുളക് ഫ്രിഡ്ജിലുണ്ട്, എടുക്കണം. കാന്താരി മുളകൊന്നും ഇവിടെ ഇല്ല, പക്ഷെ നമ്മൾ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല ചമ്മന്തിയിൽ ഒഴിക്കാൻ. നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ മേടിച്ചു. നമുക്കെന്താ കുക്കിംഗ് തുടങ്ങിയാലോ. ആദ്യം കപ്പ ഒന്ന് ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് നമുക്ക് തൊലി കളയാം. അതാണ് കുറച്ചും കൂടെ എളുപ്പം. അരക്കിലോ കപ്പയാട്ടത് 2 പീസ്. കപ്പ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഗൈസ്. നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ശാസ്ത്രമൊന്നും വശമില്ല. നമുക്കിതിൻ്റെ തൊലി കളയാം. കപ്പ ഇവിടെ നമ്മള് തൊലിയും കളഞ്ഞു. ഇത്രയൊക്കെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുകയും ചെയ്തു. നമുക്കിത് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒരു വിസിലിന് വേവിക്കാൻ വെക്കാം. കപ്പയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കപ്പയോട് ഒപ്പം നിൽക്കുന്ന അത്ര വെള്ളം. ഇതിലേക്ക് ഉപ്പിടാം. ഞാൻ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കപ്പ കഴിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചെറിയൊരു ഉപ്പ് രസം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് അടയ്ക്കാം. അപ്പോൾ കപ്പയാവുന്ന നേരം കൊണ്ട് നമുക്കിനി ഉള്ളിച്ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. ഇത്ര ഉള്ളി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇടൊന്നും മനൊന്ന് വിളിച്ച് വെക്കണം. പുളി, അങ്ങനെ ദേ കുക്കർ ഒരു വിസിലടിച്ചപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അതിൻ്റെ വിസിൽ പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു വെന്ത ഉടനെ വെള്ളം കളഞ്ഞ് കപ്പ മാറ്റി വെക്കണമെന്ന്. ഉമ്മക്കറിയാം ഞാൻ അതിൽ തന്നെ ചിലപ്പോൾ വെക്കും കുറേ നേരം എന്ന്. അപ്പോൾ ദേ ഞാനത് വെന്തോ എന്ന് കത്തിയൊക്കെ കുത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഊറ്റാനുള്ള പാത്രം എടുത്തു. ഒരു ഊട്ടപാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചപ്പോൾ ആ വെള്ളം ജസ്റ്റ് ഒന്ന് തെറിച്ചെൻ്റെ മേത്ത് വീണു ഗൈസ്.
ആ സമയത്ത് നല്ലോണം പൊള്ളിയെങ്കിലും പിന്നീട് ഓക്കെ ആയി, ചെറുതായിട്ടേ പൊള്ളിയുള്ളൂ. അങ്ങനെ അത് ഊറ്റി വെച്ചു. ഇപ്പോൾ ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. വാലൻറ്റൈൻസ് ഡേ അന്ന് രാത്രി തന്നെ എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല പനിയുണ്ട് ഗൈസ്. ഇന്നലെ ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഈ നല്ലൊരു ക്യൂട്ട് കാസറോളിലേക്ക് മാറ്റുകയാണ്. ഇത് കുൻ്റെ ഉമ്മച്ചി എനിക്ക് തന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കുഞ്ഞ് കാസറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ചെറുതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആ കപ്പ അതിൽ കൊണ്ടു. അങ്ങനെ അതിലാക്കി അടച്ചു വെച്ചതാകുമ്പോൾ അത്യാവശ്യം ചൂടോടുകൂടി തന്നെ ഇരുന്നോളൂല്ലോ. അപ്പം അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക്. അപ്പം അതിന് വേണ്ടി കുറച്ച് ഉള്ളി, കാന്താരി മുളക് ഇടുന്നിട്ട് കുറച്ചും കൂടി നല്ല എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ പച്ചമുളക് എരിവ് കുറവാണ്. പിന്നെ ഒരു 1, 2, 3, 4 ഇതൊക്കെ കഴുകി വെച്ചേക്കുന്നതാട്ടോ. ഇനി കഴുകിയില്ല എന്നൊന്നും പറയണ്ട. 5, 6 പച്ചമുളക് ഇടുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു എരിവ് കുറവാ തീരെ, അതുകൊണ്ട് എത്ര ഇടണേ. ഇനി പുളി, ആദ്യം ഇത്രയും പുളി എടുക്കുന്നത്. കുറച്ച് വേപ്പില. ഇനി നമുക്കിത് അരയ്ക്കാം. പേസ്റ്റ് പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ, കണ്ണെരിയുന്നുണ്ട് ഗൈസ്, കണ്ണെരിയും. ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഇത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കണം. ഒന്നും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാണ്. എന്തോ കുറവുണ്ട്, എന്താണെന്നത് മനസ്സിലാവുന്നല്ലോ. പുളിയില്ല, കുറച്ചുകൂടെ പുളി. വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഉണ്ട്, ചിലപ്പോൾ ഒന്നും കൂടെ നോക്കാം. ടേസ്റ്റായി കൂട്ടാം. സെറ്റ് ഗൈസ്, സെറ്റ്. ഇതിപ്പോൾ ഇതിലേക്ക് ഇടും. നമുക്കൊരു ഡബയിലേക്ക് ഇടാം. ഇത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ കപ്പയുടെയും ചമ്മന്തിയുടെയും ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ഇതിക്ക് വന്നിട്ട് രാത്രി ആയിട്ടേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ ആ സമയത്തേക്ക് കഴിക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. പിന്നെ ഈ കപ്പയിൽ ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ കപ്പയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ചമ്മന്തി കപ്പയും നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡിയായി. ഇനി ഇക്കു വന്ന് ഇത് കൊടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഒരു മഞ്ച് ബ്രേക്ക് എടുക്കാൻ പോകും. കിറ്റ്കാറ്റ് ബ്രേക്ക് ആണെങ്കിലും ഞാനിപ്പോൾ മഞ്ച് ബ്രേക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇക്കു വന്ന് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇക്കുവിന് ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് ഓർഡർ ചെയ്ത ഗിഫ്റ്റ് ഇപ്പോൾ റൈറ്റ് നൗ ഡെലിവറായി. അല്ല, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. ഞാൻ എല്ലാ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്
ഞാൻ ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് കൊടുക്കാതിരിക്കാൻ മനസ്സൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെളുപ്പിനാണ് ഞാനിത് ഓർഡർ ചെയ്തത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പഴയ ഒരു മെമ്മറി ആയിട്ട് റിലേറ്റഡ് ആണിത്. അപ്പോൾ അത് നിങ്ങളാ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇത് പൊട്ടിക്കാം. ഇതിൽ ആദ്യം എന്തൊരു സാധനമുണ്ട്. ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാര്യം ഇന്ദ്രയുടെ പേരൊക്കെ ഉണ്ടെങ്കിലും കൊള്ളാം. ബോക്സ് കൊള്ളാം. തുറന്ന് നോക്കണോ? ഇവിടെ ഞാൻ കൊടുത്ത ലെറ്റർ, ഞാൻ എഴുതിയ ലെറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് തുറന്ന് നോക്കാം ഇത് തന്നെയാണോന്ന് അറിയണമല്ലോ. ഓക്കേ, ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന മെസ്സേജ് ഉണ്ട്. ബോക്സിന്റെ ഉള്ളില് ഒരു ബോക്സാണ്. കണ്ടോ, 2 ബോക്സ് ആയിട്ടോ ചെയ്തേക്കണേ. ഇത് ഓപ്പൺ ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കാനുള്ള ഗൈസ്. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടി വരും. ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഇക്കും ഇങ്ങനെ തന്നെ എടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഇപ്പം തുറക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരേ. ഇങ്ങനെ അടച്ചു വെക്കാം. ഇത് കാര്യം പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കണം. നമുക്ക് പെട്ടെന്ന് നോക്കാത്തൊരു സ്ഥലത്ത് വെക്കണം. എവിടെ വെക്കും? അതുമാതിരി വെക്കും. ഈ തെളിവുകൾ നമുക്ക് മാറ്റാം. അങ്ങനെ ആ ബോക്സ് എല്ലാം കളഞ്ഞ് ഞാൻ തിരിച്ചു വന്നൊരു ഇതേ എൻ്റെ ടെഡി ബിയറിനെ കണ്ടോ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേട്ടോ. വെറുതെ ചുമ്മാ എന്തെങ്കിലും കാണിക്കണമല്ലോ. ഇക്കു എത്താറായി ഗൈസ്. അപ്പം ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ എത്താറായി എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം. ഫുഡ് മീൻസ് കപ്പ ഇക്കു വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. നമുക്ക് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം. വലിയ സാധനമൊന്നുമില്ല, കവർ മാത്രമേ ഉള്ളൂ. ചെറിയ സാധനം വലുതൊന്നുമല്ല, പക്ഷെ ഇതായിട്ടൊരു മെമ്മറി ഉണ്ട്. അല്ല അല്ല, പണ്ട് ഇതേപോലൊരു വാലന്റൈൻസ് ഡേക്ക് മോൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ പെർഫ്യൂം അടിച്ചമ്മ വന്നു. നല്ല മുളക് കിട്ടാൻ തന്നെ അടിച്ചു. അപ്പൊ എങ്ങനെ മേടിച്ചു എന്ന് ചോദിക്കും. ഇഷ്ടായോ? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ ചമ്മന്തി കപ്പൊക്കെ. ചമ്മന്തിയോ? മിനറൽസ്.